So, good morning, students. Today, let's discuss about the nature and scope of economics. Before we get into the topic, just recollect the various definitions which we have studied in the last classes. Because we have studied wealth definition, scarcity definition, welfare definition, growth definition. All these definitions of economics clearly explains what the subject economics is. എന്താണ് എക്കണോമിക്സ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം പറയുന്നത് എങ്ങനെ ഹ്യൂമൻ ബിഹേവിയർ, എങ്ങനെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ സ്കേഴ്സ് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യും, എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്. ഇനി കമ്മിങ് ടു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക്സ് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്, അത് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. Commonly, economics in general, we can say economics can be divided into two broad groups, that is microeconomics and macroeconomics. Macro concept ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിവിഷൻ വരുന്നത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും വി ആർ സ്റ്റഡിങ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഇൻ അവർ ടോപ്പിക്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. Normally, it studies the behavior of individual decision-making units and also operations of individual market in a free enterprise economy. Individual units in the decision-making, individual എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റിന്റെ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിൽ. അത് ഇൻഡിവിജ്വൽ യൂണിറ്റ്, അതൊരു ഫേം ആവാം, ഒരു ഹൗസ് ഹോൾഡ് ആവാം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ കുറിച്ചാവാം. അപ്പം അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആൻഡ് ഓൾസോ ഹൗ ദ റിസോഴ്സ് സ്റ്റഡീസ് അബൌട്ട് ദ റിസോഴ്സ് ഓണേഴ്സ്, ബിസിനസ് ഫേംസ്, വർക്കേഴ്സ്, സെർവേഴ്സ്, ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസ്, ഇൻഡിവിജ്വൽ മാർക്കറ്റ്സ്, എക്സെട്ര. അങ്ങനെയുള്ള എല്ലാം ഒരു ഇൻഡിവിജ്വൽ കൺസെപ്റ്റാണ്. ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൺസ്യൂമേഴ്സ്, ഓരോരുത്തരെ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നു. റിസോഴ്സ് ഓണേഴ്സ് നമ്മളെല്ലാം, എവരി വൺ ഈസ് ഹാവിങ് സം റിസോഴ്സസ്. ഹ്യൂമൻ പവർ, ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് എ റിസോഴ്സ്. നമുക്ക് അങ്ങനെയുള്ള റിസോഴ്സ് ഓണേഴ്സിനെ കുറിച്ച് പറയും. ബിസിനസ് ഫേംസ്, വർക്കേഴ്സ്, സേവേഴ്സ്, ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസ്, ഇൻഡിവിജ്വൽ മാർക്കറ്റ്സ്, എല്ലാം ഇൻഡിവിജ്വൽ കൺസെപ്റ്റാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. അത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു നേച്ചറാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്രോഡായിട്ടുള്ള കൺസെപ്റ്റാണ്. മൈക്രോ എന്ന് പറയുന്ന ആ വേർഡ് തന്നെ അതിൻ്റെ അകത്ത് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ആ ഒരു സിംഗിൾ യൂണിറ്റിനെ കുറിച്ചാണ്. അത് നമ്മൾ പിന്നീട് ഇതിൻ്റെ ഡിഫറൻസസ് ഒക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ഓൾസോ സ്റ്റഡീസ് ദ ഇൻഡിവിജ്വൽ ഡിസിഷൻ റിലേറ്റഡ് ടു the allocation of scarce resources for the production and consumption. എങ്ങനെ നമുക്ക് അറിയാം, the resources what we are having is limited, and this, since the resource is limited, it should be utilized in a productive manner. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൈവശം നമുക്കുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഒരു സാലറീഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വർക്കർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലേബറുടെ, അവർക്ക് കിട്ടുന്ന വേതന എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വേതനം. ഇഫ് ദേ ആർ ഹാവിങ് അൺലിമിറ്റഡ് മണി മീൻസ് ദർ ഇസ് നോ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. അപ്പം മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ എങ്ങനെ ഒരു ഇൻഡിവിജ്വൽ, ഒരു യൂണിറ്റ് എങ്ങനെ അവരുടെ സ്കേഴ്സ് റിസോഴ്സസ് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യും, ബോത്ത് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, അതും നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഓൾസോ അനലൈസ് the effects that the price have on individual decision making, and therefore it is also known as the price theory. In microeconomics, the most important concept that comes across all the theories is price. പ്രൈസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മൈക്രോ എക്കണോമിക്സിൽ എല്ലാ കൺസെപ്റ്റുകളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പ്രൈസ് ഡിസിഷൻ എടുക്കും. ഇപ്പോൾ നമ്മൾ കൺസംഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രൈസ് നമ്മുടെ ഡിസിഷൻ മേക്കിനെ അഫക്റ്റ് ചെയ്യും.
ഇനി ഒരു ഫാക്ടർ മാർക്കറ്റിൽ ഇപ്പോൾ എങ്ങനെ പ്രൈസ് നമ്മുടെ റിസോഴ്സ് അലോക്കേഷനെ സ്വാധീനിക്കും? ഇപ്പം എല്ലാം പ്രൈസ് ബേസ്ഡ് ആണ്. ഒരു മാർക്കറ്റിലെ ഡിസിഷൻ എടുക്കുന്നതെന്ന് പറയുന്നത് പ്രൈസാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊഡ്യൂസ്, ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫാമർ ഒരു എന്തെങ്കിലും കൾട്ടിവേറ്റ്, അയാളുടെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് അയാൾക്ക് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പെക്ടേഷൻ ഫ്രം ദ പ്രൊഡക്ഷൻ. അപ്പം അതിൽ അയാൾക്ക് എന്ത് വരുമാനം കിട്ടും? നല്ല പ്രൈസ് ഉള്ള പ്രോഡക്റ്റുകളായിരിക്കും, പ്രൈസ് കിട്ടാൻ ചാൻസ് ഉള്ള പ്രോഡക്റ്റുകളാണ് ആൾക്കാർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ പ്രൈസാണ് നമ്മുടെ ഈ ഡിസിഷൻ മേക്കിനെ സ്വാധീനിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ആൻഡ് ദിസ് ഈസ് എ ഇമ്പോർട്ടൻ്റ് ഏരിയ ദാറ്റ് ദ മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത്. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് സബ്ജക്ട് ദാറ്റ് മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത്. അതുകൊണ്ട് ഇതിനെ നമ്മളൊരു പ്രൈസ് തിയറി എന്ന് പറയും. ദെൻ microeconomics also focuses attention to broad categories. രണ്ട് കാറ്റഗറീസിനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡും ബിസിനസ് ഫേംസും. ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പലപ്പോഴും പല ആൾക്കാർ അതിൻ്റെ യഥാർത്ഥ മീനിങ് മനസ്സിലാക്കാതെ പോകുന്നു. ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്രേ ഉള്ളൂ, ഒരു യൂണിറ്റാണ്, ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്. അപ്പോൾ നമ്മളൊരു ഫാമിലി, അതൊരു ഹൗസ് ഹോൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, അതൊരു ഹൗസ്, അല്ലെങ്കിൽ ഒരു മറ്റ് എന്തെങ്കിലും കൺസ്യൂമേഴ്സ്, ഒരു യൂണിറ്റ്, സിംഗിൾ യൂണിറ്റ് എന്നുള്ളൊരു പേര്. ഒരു വ്യക്തിയാവാം, ഒരു വ്യക്തികളടങ്ങുന്ന ഒരു ഫാമിലി ആവാം ഹൗസ് ഹോൾഡ്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു മീനിങ് വേണം. ദെൻ ബിസിനസ് ഫേംസ്, ഇൻഡിവിജ്വൽ ബിസിനസ് ഫേംസ്. ഫേംസും ഇൻഡസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയുമായിരിക്കും. ഫേംസ് എന്ന് പറയുമ്പോൾ ഒരു ഫേം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ ഒരുപാട് ഫേംസ് ഉണ്ട്. പല കമ്പനികളുടെ പല പേരിൽ പല ഫേംസ് ഉണ്ട്. ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഫേംസ് ആണ്. അപ്പം നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് വി ആർ സ്റ്റഡിങ് അബൌട്ട് ഇൻഡിവിജ്വൽ ഫേംസ്, ബിസിനസ് ആക്ടിവിറ്റീസ് ഓഫ് സിംഗിൾ ഫേംസ്. അപ്പോൾ ഒരു ഫേമിനെ കുറിച്ചുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഡസ്ട്രീനെ കുറിച്ച് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നില്ല. ഇൻഡസ്ട്രീനെ കുറിച്ച് റെയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നു. ഓക്കെ, then it also examines the operations of two type of market, that is market for goods and services and market for resources. രണ്ട് മാർക്കറ്റ് സിസ്റ്റമാണ് നമുക്കുള്ളത്. മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഒരു മാർക്കറ്റും പിന്നെ റിസോഴ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ്. അങ്ങനെ രണ്ട് മാർക്കറ്റ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നു. ദെൻ in microeconomics, the basic principles of microeconomics are applied both in the product market and in the factor market to solve the economic problems. ഈ നമ്മുടെ എക്കണോമിക് പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫാക്ടർ മാർക്കറ്റിലും അപ്ലൈ ചെയ്യുന്നു. എങ്ങനെ ഫാക്ടർ മാർക്കറ്റിൽ റിസോഴ്സിനെ ഹയർ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യും, ഇതെല്ലാം നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഈ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ ഈ പറയുന്ന മൈക്രോ എക്കണോമിക് തിയറീസ് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഓവർകം ചെയ്യാം, അത് നമ്മൾ ഈ പറയുന്ന മൈക്രോ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം പലപ്പോഴും ഈ നമ്മൾ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഓൾ ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സ് ഇൻ മൈക്രോ എക്കണോമിക്സ് ആർ ഇറ്റ് ഈസ് സോൾവ്ഡ് ബൈ പ്രൈസ് മെക്കാനിസം. നമ്മുടെ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മൈക്രോ എക്കണോമിക്സിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കും. പ്രൈസ് മെക്കാനിസത്തെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നീട് അടുത്ത 1-2 ടോപ്പിക്കുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതും നമ്മുടെ ഈ മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു സബ്ജക്റ്റാണ്, നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ദെൻ അതുകൊണ്ട് നമുക്കറിയാം this is product pricing, factor pricing, that is also important part of microeconomics. Then it also studies how choices are made at the individual level under the condition of scarcity. അപ്പോൾ സ്കേഴ്സ് എന്ന് വെച്ചാൽ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ ഒരു ഓരോ വ്യക്തികളും എങ്ങനെ വളരെ നന്നായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യും, നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ്, ബിഹേവിയർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, that is both these behaviors are analyzed in detail in microeconomics. It also considers
various factors that influence or affect the decision made by millions of individual units. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവരുടെ എന്തൊക്കെ ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെ നമ്മുടെ ഡിസിഷനെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് നമ്മൾ ഇത് പിന്നീട് പഠിക്കും, ഡിമാൻഡ് സപ്ലൈ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ അതിനൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ പഠിക്കും എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ കൺസെപ്ഷനെ സ്വാധീനിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കും. What are the factors that affect the decision what we make? നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന നമ്മുടെ കൺസംഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസിഷനൊക്കെ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, അതും നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. മെയിൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നു, മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് നോക്കുന്നത് അതിൻ്റെ പ്രൈസ്, പിന്നെ ക്വാളിറ്റി, പിന്നെ നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അങ്ങനെയുള്ള ഒരു ഫാക്ടേഴ്സ്. അപ്പം അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. Then അതോടൊപ്പം തന്നെ ഇത് മൈക്രോ എക്കണോമിക്സ് ഓൾസോ സ്റ്റഡീസ് studies about how consumers decision how much of various combinations of commodities are to be purchased, and producer decides how much of various commodities are to be produced. അപ്പം ഈ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്ത് കൺസ്യൂം ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം, എത്രമാത്രം കൺസ്യൂം ചെയ്യണം, എങ്ങനെയുള്ള ആ പ്രോഡക്റ്റ് കോമ്പിനേഷൻ ഒരു വ്യക്തി കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. Usually a consumer consumes various kinds of commodities, various types of goods and services. And all consumptions are mainly to maximize our satisfaction. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഈ കമ്മോഡിറ്റീസ് എല്ലാം കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം വർദ്ധിക്കുന്ന രീതിയിൽ എങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം, അതും നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. ദെൻ മൈക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആർ അപ്ലൈഡ് മാർക്കറ്റ് ഡിസിഷൻ മേക്കിംഗ്. മാർക്കറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പം എങ്ങനെ ഹൗ മച്ച് ഈസ് ടു ബി ഡിമാൻഡഡ്, ഹൗ മച്ച് ഈസ് ടു ബി സപ്ലൈഡ്. അപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെ തീരുമാനിക്കപ്പെടുന്നു, അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. മാർക്കറ്റിൽ നോർമലി മാർക്കറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ ഫേംസ്, സെല്ലേഴ്സ്, അങ്ങനെയുള്ള ബയ്യേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബയ്യേഴ്സ് എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സ്, സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഫേംസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന രണ്ട് ഏജൻസികൾ അല്ലെങ്കിൽ ബയ്യേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നു, ഡിസിഷൻ ടു ബൈ, ഡിസിഷൻ ടു പ്രൊഡ്യൂസ്, അതൊക്കെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്ന മറ്റൊരു കൺസെപ്റ്റാണ്. Then microeconomic principles are applied to identify the behavior of individual units participating in the market operations. It's also there are various microeconomic principles which we can apply to study the behavior of individual units who are actively participating in market. There are different types of markets. നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കും, പലതരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട്. മൊണോപ്പൊളി ഉണ്ട്, ഒളിഗോപ്പൊളി ഉണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, അത് പ്രൊഡ്യൂസർ ആവാം, കൺസ്യൂമർ ആവാം, അവർ ഈ ഓരോ മാർക്കറ്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. പല മാർക്കറ്റിലും പല രീതിയിലുള്ള ഡിസിഷൻ മേക്കിങ്ങും, പല രീതിയിലുള്ള പ്രോബ്ലംസും, പല ഫീച്ചേഴ്സാണ്. അപ്പോൾ എങ്ങനെ ഈ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എങ്ങനെ ഈ ഓരോ മാർക്കറ്റ് കണ്ടീഷൻസിലും ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. Then microeconomic principles or theories also deal with various social welfare aspects of individual units. നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. വെൽഫെയർ എക്കണോമിക്സ് എങ്ങനെ ഹ്യൂമൻ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാം, എങ്ങനെ പ്രൊഡക്ഷനും കൺസംഷനിലൂടെയും നമുക്ക് എങ്ങനെ ഹ്യൂമൻ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാം. വെൽഫെയർ ആസ്പെക്ട്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ സൊസൈറ്റിയുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാം, അപ്പോൾ എങ്ങനെ റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാം. ദാറ്റ് ഓൾസോ സ്റ്റഡീസ് ഇൻ മൈക്രോ എക്കണോമിക്സ്.
Then other important areas where the microeconomic theories deal with include the environmental pollution, ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, പോവർട്ടിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, കൺസ്യൂമർ വെൽബീങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ലേബർ യൂണിയനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, റിയൽ വേജിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതേപോലെ വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പഠിക്കുന്നു, ഡിസ്ക്രിമിനേഷൻ എംപ്ലോയ്മെന്റ് അതിനെക്കുറിച്ച് പഠിക്കുന്നു, എനർജി പ്രോബ്ലം, ടാക്സേഷൻ, എല്ലാം നമ്മുടെ ഈ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പ്രതിപാദിക്കുന്ന കൺസെപ്റ്റുകളാണ്. ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി, എൻവയറമെന്റൽ പൊല്യൂഷൻ, സമൂഹത്തിൽ എത്രമാത്രം പൊല്യൂഷൻ, അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ്, അതങ്ങനെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ ലേബർ പ്രോബ്ലംസ്, അതിൻ്റെ വേജ് പ്രോബ്ലം, ഡിസ്ക്രിമിനേഷൻസ് എല്ലാം നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നു മൈക്രോ എക്കണോമിക്സിൻ്റെ. Thus, it is useful for formulating various policies related resource allocation, public finance, international trade, etc. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാം മൈക്രോ എക്കണോമിക് തിയറീസ് ഒരുപാട് മേഖലകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോളിസി ഫോർമുലേഷൻ, ഇപ്പം നമ്മുടെ പോളിസി ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസികൾ എടുക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസികൾ എടുക്കുന്നതിന്, ഇതിനൊക്കെ മൈക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ റിസോഴ്സ് അലോക്കേഷൻ, ഇപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് ഗവൺമെൻറ് റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഒരുപാട് ക്രൈറ്റീരിയ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ മൈക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ്. Then another area where we can apply these microeconomic theories include public finance. Public finance എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഫിനാൻസ് എന്നാണ്. ഗവൺമെൻറ് എങ്ങനെ ഓരോ പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യണം, അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഈ തിയറി കൃത്യമായിട്ടുള്ള തിയറികളുണ്ട്. അതേപോലെ ഇന്റർനാഷണൽ ട്രേഡിലും ഈ പറയുന്ന മൈക്രോ എക്കണോമിക് തിയറീസ് നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിച്ച് ഇതിന് എക്കണോമിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചവർ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ മേഖലകളിലാണ് നമ്മുടെ ഈ പറയുന്ന മൈക്രോ എക്കണോമിക് തിയറീസ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്റർനാഷണൽ ട്രേഡിലൊക്കെ ഒരുപാട് മേഖലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് മൈക്രോ എക്കണോമിക്. അതേപോലെ പബ്ലിക് ഫിനാൻസ്, പോളിസി മേക്കിംഗ്, എവരിവെയർ മൈക്രോ എക്കണോമിക് കൺസെപ്റ്റ്സ് ആർ അപ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള അതിൻ്റെ ഒരു നേച്ചർ, അതിൻ്റെ എന്താണ് മൈക്രോ എക്കണോമിക്സ്, ഏതൊക്കെ മേഖലയിൽ നേച്ചർ, അതിൻ്റെ ഒരു സ്കോപ്പ് നമ്മൾ പറഞ്ഞു, ഏതൊക്കെ മേഖലകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു ഒരു ചോദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുക്കണം. മൈക്രോ എക്കണോമിക്സ് എന്താണ് എക്കണോമിക്സ്, അപ്പോൾ എന്തൊക്കെ അതിൻ്റെ ഒന്ന് രണ്ട് ഡെഫിനേഷൻസ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത്, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത്, ഇനി അടുത്ത ഒരു കൺസെപ്റ്റൂടെ, രണ്ട് കൺസെപ്റ്റൂടെ പഠിച്ച ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഇമ്പോർട്ടൻസ്, യൂസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. എന്താണ് മൈക്രോ എക്കണോമിക്സിന്റെ പ്രാധാന്യം, അതാണ് നമുക്ക് അടുത്ത് പഠിക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡിവിജ്വൽ ബിഹേവിയർ അനാലിസിസ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന്റെ എന്താണ് പഠിക്കുന്നത്? ഹൗ ദീസ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ബിഹേവ് ഇൻ ഡിഫറെന്റ് സർക്കംസ്റ്റൻസസ്. അത് ചിലപ്പോൾ മാർക്കറ്റിലാവാം, പ്രൊഡക്റ്റ് മാർക്കറ്റിലാവാം, ഫാക്ടർ മാർക്കറ്റിലാവാം, വെൽഫെയർ റിലേറ്റഡ് ആസ്പെക്ട്സിലാവാം, കൺസംഷനിലാവാം, പ്രൊഡക്ഷനിലാവാം, ഡിമാൻഡിലാവാം, സപ്ലൈയിലാവാം. എങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോ സാഹചര്യത്തിലും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഓരോ സാഹചര്യം എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ എങ്ങനെ ആൾക്കാർ കൺസ്യൂം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇൻക്രീസിങ്, അപ്പോൾ എങ്ങനെ ആൾക്കാർ ബിഹേവ് ചെയ്യും. സപ്പോസ് വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്രീസിങ്, അപ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യും. സപ്പോസ് there is an expectation that ഒരു യുദ്ധം ലോകത്തിൽ പുറപ്പെടാൻ പോകും, അപ്പോൾ ആൾക്കാരെങ്ങനെ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളിലും ഇൻഡിവിജ്വൽസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം. അത് ഇൻഡിവിജ്വൽ ബിഹേവിയർ അനാലിസിസിന് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ മൈക്രോ എക്കണോമിക് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. Then second importance, it is also useful in resource allocation. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത്, the resources what we have is limited and these limited resources are to be utilized in a productive manner. അപ്പൊ എങ്ങനെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ്
വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതും നമ്മൾ ഈ മൈക്രോ എക്കണോമിക്സിന്റെ ഒരു ഭാഗം. Then the other another importance is it is very much useful in price determination. എന്താ ഈ പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ? പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദ പ്രൈസസ് ഓഫ് വേരിയസ് കമ്മോഡിറ്റീസ് ഓർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ഡിറ്റർമൈൻ ദ പ്രൈസസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോന്നിന്റെയും പ്രൈസ് തീരുമാനിക്കുന്നതിന് ഈ മൈക്രോ എക്കണോമിക് തിയറീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വെറുതെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ മാർക്കറ്റിൽ ചെന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങും. ഇപ്പം ഞാൻ ഉദാഹരണം, ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ സവോള അല്ലെങ്കിൽ വേണ്ട, ഓക്കെ, നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടുവരുന്ന ഒരു ഇതെടുക്കാം. ഇപ്പോൾ ഓറഞ്ച് നിങ്ങളെല്ലാം ഒരുപാട് ഈ ചെറിയ പിക്കപ്പ് ഇതിലൊക്കെ ആൾക്കാർ ഒരുപാട് വിൽക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു സീസണാണ്. സീസൺ ടൈമിൽ എന്താണ്, ദർ ഈസ് ബൾക്ക് സപ്ലൈ ഓഫ് ഓറഞ്ച്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതിന്റെ വില വളരെ കുറവായിരിക്കും. ഇനി ഒരു 4-5 മാസം കഴിയുമ്പോൾ ഇതിന്റെ വില എന്തായിരിക്കും, ഡബിൾ ആയിരിക്കും. അപ്പൊ സപ്ലൈ കുറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ വില കൂടുതലും കുറവും വരുന്നു? എങ്ങനെ ഇത് തീരുമാനിക്കുന്നത്? That is decided by the demand and supply factors. So these microeconomic principles are used in price determination also. Then economic policy formulation, microeconomic principles. മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മുടെ ടാക്സ് ഫിക്സേഷൻ. ഗവൺമെന്റ് ഒരുപാട് തരത്തിലുള്ള ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാൻഡ് ടാക്സ് ഉണ്ട്, കമ്മോഡിറ്റി ടാക്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇതായിട്ട് GST എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, സ്റ്റേറ്റ് GST, സെൻട്രൽ GST, സെൻട്രൽ യൂണിയൻ രണ്ട് GST വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഒരുപാട് നികുതികൾ നമ്മൾ അടയ്ക്കുന്നുണ്ട്. ബിൽഡിംഗ് ടാക്സ് ഉണ്ട്, ലാൻഡ് ടാക്സ് ഉണ്ട്, വെഹിക്കിൾ ടാക്സ് ഉണ്ട്, എല്ലാം ഒരുപാട് ഇതുണ്ട്. അപ്പൊ അതൊക്കെ പലപ്പോഴും എന്താണ്, ഇൻകം ടാക്സ്. പലപ്പോഴും ഈ ടാക്സ് ഫിക്സേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഞാനത് പഠിപ്പിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ആ ഒരു ടാക്സ് പോളിസി ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരുപാട് പോളിസീസ്, ഗവൺമെന്റിന്റെ ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ, ഗവൺമെന്റ് ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ, everything is all these policy making, we can apply these microeconomic principles. Okay, then it is also very much useful in analyzing, measuring, or make an assessment on economic welfare. എക്കണോമിക് വെൽഫെയറിനെ നമുക്ക് എക്കണോമിക് വെൽഫെയർ എങ്ങനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കുന്നതിന് നമ്മൾ ഈ പറയുന്ന മൈക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഈ മൈക്രോ എക്കണോമിക്സ് പഠിച്ചു തീരുന്നതിന് മുമ്പ് ഈ എല്ലാ മേഖലയിലൂടെ നിങ്ങൾ സഞ്ചരിക്കും, എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. Then it also very much the microeconomics theories are also very much useful in decision making in a free enterprise economy. The free enterprise economy എന്ന് പറയുമ്പോൾ എക്കോണമി വിത്തൗട്ട് എനി റെഗുലേഷൻസ്. റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ആരാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്? ഗവൺമെന്റ്. ഇപ്പൊ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഇല്ലാത്ത ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ ഇപ്പൊ നമ്മൾ സോക്കോൾഡ് ഈ ക്യാപിറ്റലിസം ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതിൽ മിനിമം ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. അപ്പോൾ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാത്തൊരു എക്കോണമിയിൽ എങ്ങനെ ഡിസിഷൻ എടുക്കുന്നു, അതിന് ഈ പറയുന്ന പോളിസിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. Then it's also useful in public finance. പബ്ലിക് ഫിനാൻസിൽ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുമ്പം ദ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ്, അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയുള്ള പോളിസികൾ അഡോപ്റ്റ് ചെയ്ത് ഗവൺമെന്റ് റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെയുള്ള പോളിസികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫിനാൻസിങ് വളരെ പ്രൊഡക്റ്റീവായിട്ട് നടത്താൻ പറ്റും, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും റീഡിസ്ട്രിബ്യൂഷനും അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പബ്ലിക് ഫിനാൻസിന്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് ഇപ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്തു. പലപ്പോഴും എന്താണ് അതിൻ്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തിയ ശേഷമാണ് ഗവൺമെന്റ് ഈ പറയുന്ന ഒരു പ്രോജക്റ്റിനൊക്കെ സാങ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം അവിടെയെല്ലാം നമ്മൾ ഈ മൈക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അനദർ ഏരിയസ് ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് മേഖലകളിൽ നമ്മൾ മൈക്രോ എക്കണോമിക് കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എങ്ങനെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ നമ്മുടെ രാജ്യത്തേക്കുള്ള ഇമ്പോർട്ട് പ്രതിരോധിക്കുന്നതിനായിട്ട്
പലപ്പോഴും ഇപ്പം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനെ പലപ്പോഴും അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കാർഷിക മേഖലയിൽ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾക്ക് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാരിഫ് എന്ന് പറയും, അങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ്. അപ്പോൾ അത് എങ്ങനെ ആ ടാക്സ് അല്ലെ ആ ടാരിഫ് ഇമ്പോസ് ചെയ്യണം, അതിനൊക്കെ നമ്മൾ ഈ പറയുന്ന മൈക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മേഖലകൾ, ദർ ആർ വേരിയസ് തിയറീസ് ദാറ്റ് റിലേറ്റഡ് ടു ഇന്റർനാഷണൽ എക്കണോമിക്സ് ഓഫ് ഫോറിൻ ട്രേഡ് ദാറ്റ് യൂസസ് മൈക്രോ എക്കണോമിക് കൺസെപ്റ്റ്, ദ ബേസിക് മൈക്രോ എക്കണോമിക് കൺസെപ്റ്റ്സ്. അതും നമ്മൾ ഫോറിൻ ട്രേഡിലും നമ്മൾ ഈ പറയുന്ന മൈക്രോ എക്കണോമിക് തിയറീസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മേഖലകളിൽ നമ്മൾ ഈ ഒരു മൈക്രോ എക്കണോമിക് കൺസെപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്തൊക്കെയാണ് നോക്കാം. മൈക്രോ എക്കണോമിക്സിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡ്രോബാക്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഈസ് most of the theories explained in microeconomics is based on unrealistic assumptions. എന്നുവെച്ചാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന അസംഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന മൈക്രോ എക്കണോമിക് തിയറീസ് എല്ലാം പലതും ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൺസംപ്ഷനും പ്രൊഡക്ഷനും ഇതെല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കും, കുറേ അസംഷൻ ബേസ്ഡ് ആയിരിക്കും. അതിൽ പല അസംഷനും എന്നാണ് നമ്മുടെ എക്കണോമിക്സിലെ എല്ലാ തിയറിയും കുറെ സാങ്കല്പികമായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. കുറെയൊക്കെ റിയാലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്, പക്ഷെ അതിൽ ഒരുപാട് കൺസെപ്റ്റുകൾ യാതൊരു ബന്ധവുമില്ലാത്ത കൺസെപ്റ്റ്, റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ഈ മൈക്രോ എക്കണോമിക് തിയറിയുടെയും ഒരു ലിമിറ്റേഷനാണ്. നോട്ട് ഓൺലി ഇൻ മൈക്രോ എക്കണോമിക്സ്, in the whole economy, especially both in micro and macro, you use all these assumptions. Okay, then മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ, മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ, in microeconomics the microeconomics ignores the role of government. മൈക്രോഎക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പലപ്പോഴും ഗവൺമെന്റിന്റെ റോളിനെ കുറിച്ച് കാര്യമായിട്ട് പ്രതിപാദിക്കുന്നു. ഒരു മേഖലകൾ ഗവൺമെന്റ് പബ്ലിക് പോളിസി മേക്കിങ്ങിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നു. എന്നിരുന്നാൽ പോലും മൈക്രോ എക്കണോമിക് തിയറീസ് എല്ലാം ഈ പറയുന്ന ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ ഇൻഡിവിജ്വൽസ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് പഠിക്കുന്നത്. അവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷനെ കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും പ്രതിപാദിക്കുന്നില്ല. Then another limitation is it is having limited scope. It does not study many important concepts like fiscal policy, monetary policy, inflation, unemployment, etc. നമുക്ക് എക്കോണമിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കൺസെപ്റ്റുകളും മൈക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ. ഫിസിക്കൽ പോളിസി ഗവൺമെന്റ് പോളിസി, മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്ക്, അത് അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ ഈ മൈക്രോ എക്കണോമിക് കൺസെപ്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സേവിങ് അല്ലെങ്കിൽ നമ്മൾ നാഷണൽ ഇൻകം അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത്, ഇതൊന്നും നമ്മൾ പ്രതിപാദിക്കുന്നില്ല. മൈക്രോ എക്കണോമിക് തിയറീസ് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഇതിനൊരു ലിമിറ്റഡ് സ്കോപ്പ് ആണുള്ളത്. ഇറ്റ് ഓൺലി ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, ഇറ്റ് ഓൺലി സ്റ്റഡീസ് അബൌട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും ഇത് പ്രതിപാദിക്കുന്നില്ല. ദെൻ അനദർ ലിമിറ്റേഷൻ ഈസ് എക്സസീവ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ മൈക്രോ എക്കണോമിക് തിയറീസിന് മാത്രമല്ല, എക്കണോമിക്സിലെ ഒട്ടുമിക്ക തിയറികളും ജനറലൈസേഷൻ ഉണ്ട്. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം നമ്മൾ ഒരാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരുടെ ബിഹേവിയർ പഠിച്ച ശേഷം അതേ ബിഹേവിയർ ആണ് നമ്മൾ ഒരു സമൂഹത്തിലുള്ള ആൾക്കാർക്ക് എല്ലാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പറയുന്നത്. ഒരു തിയറി ഒരു സാഹചര്യത്തിൽ ഇപ്പം almost all the theories are framed in the context of European or American economy. ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ ബേസ്ഡ് ആണ് ഓൾമോസ്റ്റ് ഓൾ ദ തിയറി മൈക്രോ എക്കണോമിക് തിയറീസ് ആർ ഡെവലപ്ഡ്. അപ്പൊ അത് എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഇപ്പൊ ഈ പറയുന്ന തിയറികളെല്ലാം നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു മിക്സഡ് എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയിലൊന്നും ഇത് പലപ്പോഴും മൈക്രോ എക്കണോമിക് പോളിസികൾ സക്സസ് ആവണമെന്നില്ല.
അപ്പോൾ ഒരു എക്സസീവ് ഒരു ജനറലൈസേഷൻ ഇതിൻ്റെ അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. Then another problem is it's a static subject. Static എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നിങ്ങൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്, വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഫ്ലോ കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മുടെ എക്കോണമിയിൽ എന്ന് പറയുമ്പോൾ എക്കണോമിക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് അല്ല, അതൊരു ഫ്ലോ ആണ്, ഫ്ലോ കൺസെപ്റ്റാണ്. അതിങ്ങനെ വളർച്ച ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കലും ഒരു പോയിന്റിൽ എത്ര ഗ്രോത്ത് ഉണ്ട് അതല്ല, അങ്ങനെ നമ്മൾ പറയാറില്ല. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമ്മളിത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഹ്യൂമൻ വെൽഫെയർ അതൊക്കെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷെ പലപ്പോഴും എന്താണ്, ഇതൊരു സ്റ്റാറ്റിക് ഇതിലാണ് അതെല്ലാം പ്രതിപാദിച്ചിട്ടുള്ളത്, ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് ഇത് പ്രതിപാദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾസോ അനദർ ലിമിറ്റേഷൻ ഓഫ് മൈക്രോ എക്കണോമിക്സ്. Then it also gives an unclear picture because it doesn't study about the entire economy. തുടക്കത്തിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരിക്കലും ഇതൊരു എൻറ്റയർ എക്കോണമിയെ കുറിച്ച് പഠിക്കുന്നില്ല. അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പം അതുകൊണ്ട് ഇറ്റ് ഗീവ്സ് അൺക്ലിയർ പിക്ചർ അബൌട്ട് ദ ഹോൾ എക്കോണമി. ഇറ്റ് ഓൺലി എക്സ്പ്ലെയിൻസ് ഹൗ ആൻ ഇൻഡിവിജ്വൽ ബിഹേവ്സ് in every circumstances അല്ലെങ്കിൽ in particular situation. അതേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ എക്കോണമിയിലെ എല്ലാ ആൾക്കാരും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇതിൽ പറയുന്നില്ല. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു മാത്രമേ പറയുന്നു. ഇങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസും നമ്മുടെ മൈക്രോ എക്കണോമിക്സിന് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് കേട്ടു നോക്കുക. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ, ലൈവ് ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇന്ന് ഞാൻ ഈ PPTയും നിങ്ങളുടെ ഇതിൻ്റെ എല്ലാ നോട്ട്സും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.